ആരുടെ ഫോട്ടോ? കാർത്തുമോൾ കൊണ്ടുവന്ന ഫോട്ടോ ഞാൻ ദേഷ്യത്തോടെ വലിച്ചു കീറണമെങ്കിൽ അത് ആരുടെ ഫോട്ടോ ആണെന്ന് മോൾക്ക് ഊഹിക്കാമല്ലോ. അവന്റെ ഫോട്ടോയായിരുന്നു. അവന്റെ ഫോട്ടോ എന്തിനാ എന്റെ കുഞ്ഞിനെ കാണിച്ചത്? ഞാൻ കാണിച്ചതല്ലോ, മോള് കണ്ടതല്ലേ. അതിന്റെ അകത്ത് അവന്റെ ഫോട്ടോ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്റെ മോള് എന്നോട് ഈ വിവരം ഒന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പുറപ്പെട്ടതാ. ശരത്തേട്ടൻ കൂടെ വരാന്ന് പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് ഉറപ്പായിരുന്നു അത് അവന്റെ ഫോട്ടോ തന്നെയാണെന്ന്. മോൾക്ക് എന്തോ സംശയമുണ്ടെന്ന് മോളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ എന്തിനാ അത് കാർത്തുവിന്റെ മുന്നിൽ വെച്ച് കീറി കളയാൻ പോയത്? അവനെ തന്നെ വലിച്ചു കീറാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ പരിസരം മറന്നുപോയി മോളെ. അവനെ കണ്ട തളർച്ച ഇതുവരെ മാറിയിട്ടില്ല. വീണ്ടും വീണ്ടും അവൻ പല രീതിയിലും മുന്നിലേക്ക് വരിക. എന്റെ മനസ്സിനെ കീറി മുറിക്കുക. ഇഷ്ടം പോലെ പണമുണ്ട്, നമുക്ക് ആവശ്യത്തിന് സ്വാധീനവും. കൊല്ലാൻ ആളെ വച്ചാലൊന്ന് ആലോചിക്കാൻ ഞാൻ. വേണ്ട മോളെ, അതൊക്കെ മൺമറഞ്ഞുപോയ കാര്യങ്ങള് മറ്റുള്ളവരറിയാൻ കാരണമാകും. അവന്റെ ഫോട്ടോ ഇരുന്ന പെട്ടിയും ബാഗും ഒന്നും ഇനി ഇവിടെ വേണ്ട. അതിനകത്ത് ഇനി എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കത്തിത്തീരട്ടെ. ഗംഗേട്ടാ, ഓ ഗംഗേട്ടാ, എന്താ മോളെ? എന്താ മോളെ? മണ്ണെണ്ണ ഇരിപ്പുണ്ടോ? ആ, എന്നാ കുറച്ച് മണ്ണെണ്ണയും ഒരു ലൈറ്ററും എടുത്തോ. സാറേ, എന്താ സാറേ ഇത്? മോള് പറഞ്ഞതനുസരിക്കുക. ഓ, മോളെ മണ്ണെണ്ണ ഒഴിക്കേ, ഒഴിക്കേ. ലൈറ്റർ താ.
ബാഗൊക്കെ തുടച്ചു വൃത്തിയാക്കി ഉപയോഗിക്കായിരുന്നു. അതിന്റെ ആവശ്യമില്ല. ഇനി ആ മുറിയിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം എടുത്ത് കത്തിക്കണം. 10-20 വർഷം പഴക്കമുള്ള ബുക്സും ബാഗും ഒക്കെ ഇനിയുണ്ടെങ്കിൽ അച്ഛനത് കാണിച്ചു തരും. അതെല്ലാം ചാമ്പലാവണം. എന്താ മോളെ പറ്റിയത്? ഗംഗേട്ടൻ പോ. ഗംഗേട്ടൻ പോയിക്കോ. പോ. കത്തിച്ചത് അവന് തന്നെയാ. ഇനി എന്റെ പഴയ ബാഗോ ബുക്സോ ഉണ്ടെങ്കിൽ അതെല്ലാം ഗംഗേട്ടനോട് കത്തിച്ചു കളയാൻ പറയണം. ഞാൻ വേണമെങ്കിൽ ആളെ വിടാം, വീടെല്ലാം ഒന്ന് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കാൻ. മോൾ എന്തിനാ മോളെ ഇങ്ങനെ പ്രഷർ കൂട്ടുന്നത്? ഞാൻ മാത്രമാണോ പ്രഷർ കൂട്ടിയത്? പിന്നെ അവന്റെ ഫോട്ടോ കണ്ടപ്പോ അച്ഛൻ എന്തിനാ വലിച്ചു കയറി കളഞ്ഞത്? മോൾ അല്ലെങ്കിൽ തന്നെ മക്കളുടെ കാര്യത്തിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയ. ആദ്യമായി ജനിച്ച മോളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ മറ്റു മക്കൾ മോളെ ഒറ്റപ്പെടുത്തുക. ഇപ്പോ മാളുവും മഞ്ജുവും കാണിക്കുന്ന സ്നേഹം പോലും അഭിനയമാണെന്ന് മോള് സംശയിക്കുന്നുണ്ട്. കാർത്തുവിനെ മഞ്ജു സ്കൂട്ടർ പഠിപ്പിക്കാൻ നോക്കിയത് ഒരു ചതിയാണെന്നും വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് മഞ്ജുവിന് കിട്ടിയതെന്ന്. ആ സമയത്ത് ഇനി നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എന്താ? അവനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താ? അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാ കാണുന്നത്. ഓരോന്നിനും ഓരോ സമയമില്ലേ മോളെ? അന്ന് കാട്ടിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഇനി കാണാൻ പറ്റുമെന്ന് മോള് വിചാരിച്ചോ? എന്നിട്ട് കണ്ടില്ലേ? അത് മോളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ചെയ്തുപോയ പാപത്തിന് കാർത്തുവിനെ സ്നേഹിച്ച് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് മോളിപ്പോ. അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ചതിന് പിന്നാലെ ഒരു മോശവും വന്നു, അത്രേ ഉള്ളൂ. എന്റെ കുഞ്ഞിന്റെ അരികിൽ അവൻ എത്തുന്ന ഇപ്പൊ എന്റെ പേടി. അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ മോളെ. കണ്ണനോട് പോലും പറയരുത് കാർത്തുവിന്റെ അച്ഛൻ അവനാണെന്ന്. അത് പറഞ്ഞോ? പറയേണ്ടി വന്നു. എന്തിനാച്ചത് പറഞ്ഞത്? മൂക്ക് തളർച്ച ഉണ്ടായപ്പോ അതിന്റെ കാരണം തേടി കണ്ണം വന്നായിരുന്നു. അപ്പോ ഞാൻ ചെറുതായി സൂചിപ്പിച്ചു. പേടിക്കണ്ട മോളെ. അയാൾ ഒരു ചതിയനായിരുന്നെങ്കിൽ സത്യങ്ങൾ അറിഞ്ഞപ്പോ തന്നെ അത് മറ്റുള്ളവരെ ധരിപ്പിച്ചേനെ. പ്രത്യേകിച്ച് മോള് കാർത്തുവിനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന സമയത്ത്. എന്നിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് കണ്ണൻ രഹസ്യം അറിഞ്ഞുവെന്ന് കരുതി വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അയാളിതൊക്കെ അറിയണമല്ലോ. ഇന്ന് കാർത്തുവിന്റെ അച്ഛൻ അയാളാ. കാർത്തുവിനെ മോള് കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അയാളാ. അത് നമ്മൾ മറക്കാൻ പാടില്ല. അവനെ ഞാൻ കണ്ടു, പക്ഷേ അവൻ എന്നെ കണ്ടില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ പിന്തുടർന്നു വരും. അവനറിയാം ഞാൻ വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. അവന് സംശയവും കാണും ആ കുഞ്ഞ് ജനിച്ചോന്ന്. മോൾക്ക് അതിരുവിട്ട ചിന്തയൊന്നും വേണ്ട. നാളെ എന്ത് സംഭവിക്കുമെന്നും ആലോചിക്കണ്ട. ഇപ്പോ മോളുടെ മനസ്സിൽ ഓരോരോ ചിത്രങ്ങൾ തെളിയുക. എല്ലാം ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളാ. അതിൽ നിന്ന് മോള് മുക്തി നേടണം. എന്നിട്ട് കാർത്തുവിന് പരമാവധി സംരക്ഷണം കൊടുക്കണം. നിന്റെ മക്കൾ കാർത്തുവിനോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം അഭിനയമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കാർത്തുവിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കണം. മോളോട് പറഞ്ഞിട്ട് അതിനൊപ്പം നിൽക്കുന്നില്ല. ലതികേടത്തിയെ വിട്ടുപോകാൻ മനസ്സില്ലെന്നാ പറയുന്നത്. അതങ്ങനെ ഒരു സാധുവാ. ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും ഭർത്താവിന്റെ കുടുംബം വിട്ട് മാറി താമസിക്കാനാ ശ്രമിക്കുന്നത്. ആ സമയത്താണ് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാർത്തു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അവരവിടെ നിന്ന് മാറി താമസിക്കുകയാണെങ്കിൽ ലതികയെയും കൂടെ കൂട്ടിയാ പോരെ?
അതേപ്പറ്റിയൊക്കെ ആലോചിക്കണം. എന്തായാലും വന്നപ്പോ 2 ദിവസം അച്ഛനും മോളിവിടെ നിർത്തായിരുന്നു. ഞാൻ പറഞ്ഞതാ നിൽക്കാൻ. ഉടനെ വരാമെന്നും പറഞ്ഞ് മോളങ്ങ് പോയി കളഞ്ഞു. നീ ഏതായാലും ഒന്ന് റെസ്റ്റ് എടുക്ക്. വയ്യാതിരുന്നപ്പോ രക്തം തിളച്ച് വന്നതല്ലേ. കുറച്ച് കഴിഞ്ഞ് പോയാ മതി. അല്ലെങ്കിൽ ഇന്ന് പോവണ്ട. ഇന്ന് പോണോ അച്ഛാ? പ്രഷർ കൂടുതലാണോ ഡോക്ടറെ? കുഴപ്പമില്ല. ചെറിയ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്. അതിനുള്ള മെഡിസിൻ കുറിക്കുന്നുണ്ട്. പിന്നെ രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പാലിൽ വെളുത്തുള്ളി ചതച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഇച്ചിരി ഇഞ്ചൂടി ഇട്ടാല് നന്നാവും. ഇവിടെ വെച്ചേ. ഇനി 2 ആഴ്ച കഴിഞ്ഞൊന്ന് വരണം. ശരി ഡോക്ടർ, ഞാൻ വിളിക്കാം. പേഷ്യന്റിനെ നോക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പുറത്ത് നിൽക്കാൻ പറയും, ചേച്ചി അകത്ത് നിൽക്കാൻ പറയും. ഞാനിപ്പം ത്രിശങ്കു സ്വർഗത്തിലാ. എവിടെ നിൽക്കണമെന്ന് എനിക്കറിയില്ല. താനതിനെ ഇടക്കേറി ഓരോന്ന് പറയുന്നത്. എന്നാ പിന്നെ താൻ ഇങ്ങോട്ടിരിക്കും, എന്നിട്ട് മരുന്നിന് കുറിക്കും. അല്ല, അത്യാവശ്യം പണിയൊക്കെ അറിയാവുന്നത് കൊണ്ടാണല്ലോ എന്നിവിടെ മെയിൽ നേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്ത്. ആരപ്പോയിന്റ് ചെയ്തു? വിവരദോഷി എന്റെ ഭാര്യ ചെയ്ത തെറ്റ്. ഇതിന് ഞാൻ പണി തരാം കേട്ടോ. താനെന്താ ആലോചിക്കുന്നേ? അല്ല, അത് വേറൊന്നല്ല ആലോചിച്ചത്. ഇന്ന് 12 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. മോൾക്കൊപ്പം അമ്മയും കൂടെ വരുമെന്നാ വിളിച്ചു പറഞ്ഞത്. അല്ല, അത് എടുക്കണോ വേണ്ടയോ? അമ്മയും ചെറുപ്പമാണ്, അതുകൊണ്ടാ ചോദിച്ചത്. ഞാനൊരു ഡോക്ടറാണെന്ന് പോലും ചിന്തിക്കാത്ത ഒരുത്തിയാ എന്റെ കൂടെ കഴിയുന്നത്. അതുകൊണ്ട് മാറ്റി ചിന്തിക്കണോ? എന്റെ നാവിൽ എന്തെങ്കിലും വീഴണം, എന്നിട്ട് വേണം അത് അവളോട് പോയി പറഞ്ഞു കൊടുക്കാൻ. ഡോക്ടറെ, പരദൂഷണം പറയണ സ്വഭാവം എനിക്കില്ല. ഞാൻ ആരും തമ്മിൽ അടുപ്പിക്കാറുമില്ല. പരമാവധി ഡോക്ടറെയും ചേച്ചിനെയും ഒന്നിച്ചു കൊണ്ടുപോകാനാ ഞാൻ ശ്രമിക്കുന്നത്. കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാവുന്നത്. അവര് സ്ഥാനം ഉറപ്പിക്കുന്നത്. തന്റെ ജോലിയൊക്കെ വളരെ എളുപ്പമാടോ. പിന്നെ വീടിനകത്ത് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവുന്നത് കാണുമ്പോ തന്നെ പോലുള്ളവർക്ക് അതൊരു സന്തോഷാ. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കില്ലാത്ത സ്വഭാവം ഉണ്ടാക്കരുത്. എനിക്ക് എല്ലാവരെയും അറിയാടോ. ഈ നാട്ടിലേക്ക് വന്നതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ഈ നാട്ടിലേക്ക് വന്നപ്പം ഇനി ചികിത്സയൊന്നും വേണ്ടെന്ന് ചേച്ചി പറഞ്ഞെന്നാ പറഞ്ഞത്. ചികിത്സയില്ലാതിരുന്ന ഒറ്റയ്ക്കിരുന്ന് ഭ്രാന്ത് വരും. അതുപോലൊരു മെന്റൽ പേഷ്യന്റാ എനിക്കിപ്പോ ഉള്ളത്. ഒന്ന് റിലാക്സ് ചെയ്യാനാ ഞാൻ പേഷ്യൻസിനെ നോക്കുന്നത്. എനിക്കറിയാം ഡോക്ടർ ഇതല്ല, പക്ഷെ അറിയേണ്ടവരറിയുന്നില്ലല്ലോ. സംഭവാമി യുഗേ യുഗേ. ചേച്ചി, ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ ആ ഡോക്ടറെ പരിശോധനയൊക്കെ. ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുക പെണ്ണുങ്ങളെ പരിശോധിക്കാൻ.
എനിക്കറിയാം. ആ ഇപ്പൊ ഒരുത്തി വന്നില്ലേ, അവളുടെ കൂടെ വന്നത് കെട്ടിയോനാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ദേ, ഭർത്താക്കന്മാരുള്ള പെൺകുട്ടികളെ ഇങ്ങോട്ട് കയറ്റുമെന്ന് പുറത്തൊരു ബോർഡുണ്ട്. അത് ഡോക്ടർക്കും അറിയാം. അതുകൊണ്ട് പല ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താക്കന്മാരും വരും, അല്ലെങ്കിൽ വരുത്തും ഡോക്ടർ. ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ. ആ പിന്നെ ഇടയ്ക്ക് എന്നോട് പറയാ സുമിത്രൻ പുറത്തു നിൽക്കാൻ. ഞാൻ പുറത്തു നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോ ഭർത്താവിനെയും പുറത്തു നിർത്തി. ഇതൊന്നും പോയി ചോദിക്കരുത്. ചോദിച്ചാ പിന്നെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല. 50 കഴിഞ്ഞപ്പോഴാ അങ്ങേർക്ക് നഷ്ടബോധം ഉണ്ടായത്. ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ഇവിടെ വരുന്ന സ്ത്രീകൾക്കാണെങ്കിലോ നാളെ കുട്ടികളുണ്ടോ. അതുകൊണ്ട് അവരോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ട് ഡോക്ടർക്ക്. സുമിത്രൻ ഏതായാലും ഏത് നേരവും എവിടെയും അങ്ങേർക്കൊപ്പം ഉണ്ടാവണം. അമേരിക്കയിൽ വെച്ചും ബന്ധങ്ങൾ കുറവല്ലായിരുന്നു. ഈ അമേരിക്കൻ മലയാളികൾക്കിടയിലെ ഒരു സ്റ്റാർ ആയിരുന്നു എന്റെ ഹസ്ബൻഡ്. അത് പിന്നെ ചേച്ചിയും ഡോക്ടറും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. എങ്കിലും എനിക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട്. അതെന്താ താൻ ചിരിച്ചത്? അല്ല, ചിരിച്ചതല്ല, തൊണ്ടയിൽ ഇക്കിള് വന്നതാ. അതെ, ചെറുപ്പകാലത്ത് എന്റെ പിന്നാലെയും കുറെ പേര് നടന്നിട്ടുണ്ട്. പക്ഷെ ഭാഗ്യമോ ഭാഗ്യദോഷമോ എന്നറിയില്ല, ചേച്ചിയെ കെട്ടിയത് ഒരുപാട് സ്ത്രീകളെ സ്നേഹിക്കുകയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളായി പോയല്ലോ. എന്നെങ്കിലും ഞാൻ കയ്യോടെ പിടിക്കും. അന്നങ്ങേരുടെ അവസാനമാ. പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ജന്മം അങ്ങേരുടെ ജീവിതത്തിൽ ഞാൻ മാത്രം മതി. ജീവൻ എന്നാ ഡോക്ടറുടെ പേര്, പക്ഷേ ഭാര്യ ജീവനല്ലാന്ന് മാത്രം. ഇനി ജീവന്റെ ജീവനായിട്ട് മറ്റാരെങ്കിലും ഉണ്ടോ എന്തോ. അങ്ങനെ ഒരാൾ ഇല്ലാതിരുന്ന അങ്ങേർക്ക് കൊള്ളാം. ഇതുപോലുള്ള സ്ത്രീകളുടെ മനസ്സിലേക്ക് ഇത്തിരി തീപ്പൊരി അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ ശമ്പളത്തിനൊപ്പം മാസപ്പടിയും കിട്ടും. വെറുതെ നാക്ക് വായിക്കകത്ത് കിടക്കല്ലേ, ഒരു പണിയില്ലാതെ. പിന്നെ അതിനും വേണ്ട ഒരു ജോലി. പരിശോധനയൊക്കെ കഴിഞ്ഞോ? സന്തോഷമായോ? എന്തിനാ സന്തോഷിക്കുന്നത്? എന്തിനാന്ന് നിങ്ങൾക്കല്ലേ അറിയൂ. വഴക്കുണ്ടാക്കാൻ കാരണത്തിന് നടക്കുന്ന ചില ഭാര്യമാരുണ്ട്. അങ്ങനെ ഒരാളാ നീ. എനിക്കിഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തേണ്ട കാര്യം എന്താ? ഒരു ഡോക്ടർ ആവുമ്പോ പേഷ്യൻസ് വന്നിരിക്കും. നീ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രം എത്ര പെൺകുട്ടികൾ ട്രീറ്റ്മെന്റ് നിർത്തി പോയെന്നറിയോ? ഞാൻ കുറെ നാളായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണണം, ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ. ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് പോവാൻ അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇത് ഞാൻ നിന്നോട് കുറെ നാളായിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ മരവിച്ചേ മുന്നോട്ട് പോവൂ. പിന്നെ നിനക്ക് ശ്വാസം മുട്ടൽ കൂടുന്നെങ്കിൽ ഒരു ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാം. അത് രണ്ടാൾക്കും ആശ്വാസമായിരിക്കും. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. പിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. പെൺകുട്ടികളുടെ ഘോഷയാത്രയായിരിക്കും, അസുഖമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും. ഒരു കുഞ്ഞിന്റെ ജീവന്റെ തുടുപ്പറിഞ്ഞ അതിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു ഡോക്ടറാ ഞാൻ. ഒരിക്കലും നീ ചിന്തിക്കുന്ന പോലെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. സമൂഹത്തിന് മുന്നിലും സുഹൃത്തുക്കൾക്ക് മുന്നിലും അതും മനസ്സിലാക്കാതെ എന്നെ നാണം കെടുത്തുക നീ. പുറത്തായിരുന്നപ്പോ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് നിനക്ക് അവിടേക്ക് വരാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ അതല്ല അവസ്ഥ. ഇങ്ങനെ പോയാ കുറച്ചു നാളുകൂടി കഴിയുമ്പോ ഇവിടേക്ക് ആരും വരാതാവും. ഒരുപാട് സമ്പാദിച്ചല്ലോ, ഇനി എന്തിനാ വരുന്നത്? പിന്നെ അവകാശികൾ എന്ന് പറയാൻ ആരുമില്ല. അപ്പൊ ആര്യമോളോ? പെങ്ങളുടെ മോളെ സ്വന്തം മോളായിട്ട് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമാണ്. അവൾക്ക് അവളെ അച്ഛനെ അമ്മയേക്കാൾ ഇഷ്ടം എന്നോടാ. അവൾ അവധി ദിവസം വന്നു കഴിഞ്ഞാൽ ഏറെ നേരവും നമുക്കൊപ്പമാണ് നിൽക്കുന്നത്. ആര്യമോൾ ഉള്ളത് കൊണ്ട് ഒരു കുഞ്ഞില്ല എന്ന വിഷമം ഒരിക്കലും എന്നെ അലട്ടിട്ടില്ല. വെറുതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെയൊന്നും പറയണ്ട. ആ ഡോക്ടർ ഷെഫി ഉണ്ടല്ലോ, നിങ്ങൾക്കൊപ്പം അവിടെ വർക്ക് ചെയ്തൊരുത്തി. അവൾക്ക് 3 മക്കളാ. ആദ്യത്തെ 2 കുട്ടികൾ അവളുടെ ഭർത്താവിന്റെ തന്നെയാ.
എന്നാ മൂന്നാമത്തൊരു മോളുണ്ടല്ലോ, ആ കൊച്ചിന് നിങ്ങളുടെ ഒരു ചെറിയ ചായയുണ്ട്. ഇതിന്റെ പേരിൽ ഒരുപാട് സംസാരവും വഴക്കം ഉണ്ടായിട്ടുള്ളതാ നമ്മൾ തമ്മിൽ. ആ കുടുംബമായിട്ടുള്ള ബന്ധം പോലും വഷളായതാ. അവളുടെ ഭർത്താവ് ഒരു കഴിവ് കെട്ടവനാ. അതുകൊണ്ട് സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും അയാള് കൂട്ടാക്കിയില്ല. അതുപോലെ എത്രയെത്ര കുട്ടികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. നീ എന്താ അതേ ഇത്രയും മോശമായിട്ട് ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്? എന്റെ ഭർത്താവ് അതിനേക്കാളും മോശമായതുകൊണ്ട്. ഒരുത്തരം മെയിൽ നഴ്സായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവനാണ് സകല കുഴപ്പത്തിനും കാരണം. അവനെ പറഞ്ഞു വിടണം എന്നൊക്കെ തോന്നും, പക്ഷേ അത് നടക്കില്ല. നിങ്ങൾ ഇവിടെ പേഷ്യൻസിനെ നോക്കുന്നുണ്ടെങ്കിൽ നഴ്സ് സുമിത്രനായിരിക്കും. അവൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ രക്ഷയ്ക്ക്. ഇനി ഇന്ന് എത്ര പേര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. 3 കുട്ടികളുടെ അമ്മയാ നീ ഇപ്പോ.